ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഹനങ്ങളുടെ ഡാഷ്ബോർഡിൽ കാണുന്ന ചെക്ക് എഞ്ചിൻ വാർണിംഗ് ലൈറ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതൊരു ചെറിയ ഇഷ്യൂ ആണോ? അതോ വലിയ എന്തെങ്കിലും ഇഷ്യൂ ബോണറ്റിനടിയിലുണ്ടോ? ഇത് അവോയ്ഡ് ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ എന്തെങ്കിലും പണി കിട്ടുമോ? ചെക്ക് എഞ്ചിൻ വാർണിംഗ് ലൈറ്റുകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. സിറ്റുവേഷൻ അനുസരിച്ച് ചെക്ക് എഞ്ചിൻ വാർണിംഗ് ലൈറ്റ് ചിലപ്പോൾ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന ഒന്നാകാം, അല്ലെങ്കിൽ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമാകാം. സെൻസറുകളുടെ പ്രോബ്ലം, എഞ്ചിൻ മിസ്ഫയർ, ലോ എഞ്ചിൻ ഓയിൽ തുടങ്ങിയവയെല്ലാം കൊണ്ട് കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാർണിംഗ് ലൈറ്റ് കാണാം. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം ഓടിക്കാം, പക്ഷേ എത്രയും വേഗം ഒരു സർവീസ് സ്റ്റേഷനിൽ കാണിക്കുന്നത് നന്നായിരിക്കും. നേരെ മറിച്ച് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാർണിംഗ് ആണെങ്കിൽ ഇഷ്യൂ കുറച്ച് സീരിയസ് ആയിരിക്കും. ഇമ്മീഡിയറ്റ് ആയിട്ട് വാഹനം റിപ്പയർ ചെയ്തിരിക്കണം. ഇതോടൊപ്പം തന്നെ വാർണിംഗ് ലൈറ്റിന്റെ കളറും ശ്രദ്ധിക്കാം. റെഡ് കളർ ആണെങ്കിൽ വളരെ സീരിയസ് ഇഷ്യൂ ആണ്. ഓറഞ്ച് ഓർ യെല്ലോ ആണെങ്കിൽ അതൊരു അഡ്വൈസറി വാർണിംഗ് ആയിരിക്കും. ഹൗ ടു റീസെറ്റ് ദി ചെക്ക് എഞ്ചിൻ ലൈറ്റ്? സ്കാൻ ഫോർ ട്രബിൾ കോഡ്. സർവീസ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിലേക്ക് സ്കാനർ കണക്ട് ചെയ്ത് ട്രബിൾ കോഡ് കണ്ടുപിടിക്കുകയാണ് ആദ്യം വേണ്ടത്. നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള കോഡ് റീഡർ, അതേപോലെ തന്നെ OBD2 സ്കാനർ എല്ലാം ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഡയഗ്നോസ് ദ പ്രോബ്ലം. കിട്ടിയ ട്രബിൾ കോഡിൽ നിന്നും എന്താണ് പ്രോബ്ലം എന്ന് ഡയഗ്നോസ് ചെയ്യുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇനി നമുക്ക് സാധാരണയായി കണ്ടുവരുന്ന കുറച്ച് ട്രബിൾ കോഡുകൾ പരിചയപ്പെടാം. ഫോൾട്ടി മാസ് എയർ ഫ്ലോ സെൻസർ P0101. എഞ്ചിനിലേക്ക് എൻ്റർ ആകുന്ന എയർ എമൗണ്ട് മെഷർ ചെയ്യുന്ന മാസ് എയർ ഫ്ലോ സെൻസർ കംപ്ലൈന്റിനെ സൂചിപ്പിക്കാൻ P0101 എന്ന ട്രബിൾ കോഡ് ഉപയോഗിക്കുന്നു. ഫോൾട്ടി ഓക്സിജൻ സെൻസർ P0131 അല്ലെങ്കിൽ P0134. വാഹനത്തിലെ എക്സോസ്റ്റ് സിസ്റ്റത്തിലെ ഓക്സിജൻ പ്രൊപ്പോർഷൻ മെഷർ ചെയ്യുന്നത് ഓക്സിജൻ സെൻസർ ആണ്. ഇതുവഴി എയർ ഫ്യൂൽ റേഷ്യോ കണ്ടുപിടിക്കുന്നു. P0131 അല്ലെങ്കിൽ P0134 എന്ന ട്രബിൾ കോഡ് ഈ സെൻസറുകളുടെ കംപ്ലൈന്റിനെ സൂചിപ്പിക്കുന്നു. അതിനർത്ഥം നിങ്ങളുടെ വാഹനത്തിന്റെ ഫ്യൂൽ എക്കണോമി അല്ലെങ്കിൽ മൈലേജ് കുറയുമെന്നാണ്. ലൂസ് ഗ്യാസ് ക്യാപ്പ് P0455 അല്ലെങ്കിൽ P0457. ഈ ഒരു ട്രബിൾ കോഡ് കൊണ്ട് മീൻ ചെയ്യുന്നത് ലൂസ് ഗ്യാസ് ക്യാപ്പ് അല്ലെങ്കിൽ ടാങ്കിൽ നിന്നും ഫ്യൂൽ വേപ്പർ എസ്കേപ്പ് ആകുന്നു എന്നുള്ളതാണ്. വാക്വം ലീക്ക് P0171, P0174 അല്ലെങ്കിൽ P2279. വാക്വം ലീക്ക് മൂലം നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഓരോന്നിനുമനുസരിച്ച് ഓരോ ട്രബിൾ കോഡുകൾ ലഭിക്കും. ബ്രേക്ക് ബൂസ്റ്റർ, ടർബോ ചാർജർ, എയർ ഫ്യൂൽ മിക്സ്ചർ എന്നിവയിലൊക്കെ വ്യത്യാസമുണ്ടാകാം. സ്റ്റക്ക് EGR വാൽവ് P0401. എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ വാൽവ് കംപ്ലൈന്റ് കൊണ്ട് ഉണ്ടാകുന്ന P0401 ട്രബിൾ കോഡ് സൂചിപ്പിക്കുന്നത് ലോസ് ഓഫ് പവർ ആണ്. എഞ്ചിൻ മിസ്ഫയർ P0300. സ്പാർക്ക് പ്ലഗുകൾക്കും ഫ്യൂൽ ഇഞ്ചക്ടറുകൾക്കും ഉള്ള തേയ്മാനം മൂലം എഞ്ചിൻ മിസ്ഫയർ ആയേക്കാം. അതുമൂലം കാർ ഷേക്കിംഗ്, റഫ് ഐഡ്ലിംഗ്, ലോസ് ഓഫ് പവർ, അതുപോലെ തന്നെ മൈലേജ് കുറവും സംഭവിക്കാം. കാറ്റലിറ്റിക് കൺവെർട്ടർ ഫെയിലിയർ P0420. കാറ്റലിറ്റിക് കൺവെർട്ടറിലുള്ള പ്രോബ്ലം മൂലവും ചെക്ക് എഞ്ചിൻ വാർണിംഗ് പ്രത്യക്ഷപ്പെട്ടേക്കാം. അങ്ങനെയുള്ളപ്പോൾ ലഭിക്കുന്ന ട്രബിൾ കോഡാണ് P0420. ഏറ്റവും കോമൺ ആയി കാണപ്പെടുന്ന കുറച്ച് കോഡുകളാണിവ. ഇതുപോലത്തെ ഒരുപാട് പോസിബിൾ കോഡുകളുണ്ട്. ഫിക്സ് ഇറ്റ്. എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പൊട്ടിയ പാർട്ടുകളോ സെൻസറുകളോ മാറ്റാം. വയറുകൾ റിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്താൽ തന്നെ പ്രോബ്ലം സോൾവ് ആകും. അതിനുശേഷം ഒന്നുകൂടി ചെക്ക് ചെയ്ത് വാർണിംഗ് ഇല്ല എന്ന് ഉറപ്പുവരുത്താം. സോ നെക്സ്റ്റ് ടൈം ചെക്ക് എഞ്ചിൻ വാർണിംഗ് ലൈറ്റ് നിങ്ങളുടെ വാഹനത്തിന്റെ ഡാഷ്ബോർഡിൽ കാണുകയാണെങ്കിൽ അവ അവോയ്ഡ് ചെയ്യാതെ അതിനുള്ള കാരണം കണ്ടുപിടിച്ച് അത് ഫിക്സ് ചെയ്യുവാൻ ശ്രദ്ധിക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ് and be sure to subscribe for more automotive insights.